പാർലമെൻറ്റിൻ്റെ ശൈത്യകാല സമ്മേളനം ആരംഭിച്ചിരിക്കുകയാണ്. പതിവ് പോലെ പ്രതിപക്ഷം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പാർലമെൻറ്റ് നടപടികൾ തടസ്സപ്പെടുത്തി ബില്ലുകളുടെ അവതരണം, അതിന്മേലുള്ള ചർച്ച, ചോദ്യോത്തരവേള, ശൂന്യവേള ഒക്കെ തടസ്സപ്പെടുത്തി അനാവശ്യമായി ബഹളമുണ്ടാക്കുകയാണ്. പറയുന്നത് ഞാനല്ല, പറയുന്നത് കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി, AICC വർക്കിംഗ് കമ്മിറ്റി അംഗവും പ്രതിപക്ഷ ബെഞ്ചിലെ ഒരു മികച്ച പാർലമെൻറ്റേറിയനുമായ ആഗോള പൗരൻ എന്ന് തന്നെ പലപ്പോഴും വിശേഷിപ്പിക്കപ്പെടുന്ന ഡോക്ടർ ശശി തരൂരാണ് ഇത് പറയുന്നത്. പാർലമെൻറ്റ് നടപടികൾ ഇങ്ങനെ തടസ്സപ്പെടുത്തരുത്, ഇത് നല്ലതല്ല, ഇത് തെറ്റായ കീഴ്വഴക്കമാണ്, ഇത് ജനാധിപത്യത്തിന് ചേർന്നതല്ല. ഇന്ത്യൻ എക്സ്പ്രസ്സിൽ എഴുതിയ ലേഖനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം ചൂണ്ടിക്കാട്ടുന്നത്. സത്യത്തിൽ കോൺഗ്രസ്സുകാർ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ ആകെ വെട്ടിലായിരിക്കുകയാണ്. ശശി തരൂരിനെ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന സാഹചര്യത്തിലാണ് കോൺഗ്രസ്സുകാർ. നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കാകട്ടെ ശശി തരൂരിനെ നിയന്ത്രിക്കാനോ അദ്ദേഹത്തിനെ ഉപദേശിക്കാനോ ഉള്ള കഴിവോ പ്രാപ്തിയോ ഇല്ല. ശശി തരൂരാകട്ടെ തനിക്ക് തോന്നുന്നത്, തനിക്ക് ശരിയെന്ന് തോന്നുന്നത് വെട്ടി തുറന്ന് പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. കോൺഗ്രസിനെ മാത്രമല്ല, ആരെയും വിമർശിക്കാൻ അദ്ദേഹത്തിന് ഒരു മടിയുമില്ല. തെറ്റ് ചൂണ്ടിക്കാട്ടുന്നിടത്ത് ശശി തരൂർ അല്പം പോലും മയപ്പെടുന്നില്ല. നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കാൻ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യസംഘത്തെ അമേരിക്കയിലേക്ക് അയച്ചപ്പോൾ അതിൻ്റെ തലപ്പത്ത് ആര് വേണം എന്ന് സംശയിച്ച് നിന്നില്ല. ഡോക്ടർ ശശി തരൂരിനെ തന്നെ ആ സ്ഥാനത്തിരുത്തി ആ സംഘത്തെ അമേരിക്കയിലേക്ക് വിട്ടു. അതിൻ്റെ ഫലവും നമുക്കുണ്ടായി, അതിൻ്റെ ഗുണഫലം നമുക്കുണ്ടായി. അതാണ് ശരി. ഇവിടെ ഈ പാർലമെൻറ്റ് നടപടികൾ നിരന്തരം കോൺഗ്രസ് തടസ്സപ്പെടുത്തി വരികയാണ്. SIR, അതുപോലെ ബീഹാർ തെരഞ്ഞെടുപ്പിലെ വോട്ട് ചോരി, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് പ്രതിപക്ഷ ബെഞ്ച് കൃത്യമായിട്ടും ഭരണപക്ഷത്തെ നടപടികൾ തടസ്സപ്പെടുത്തി മുന്നോട്ട് പോവുകയാണ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ശശി തരൂർ നിലപാടെടുത്തിരിക്കുന്നു. അദ്ദേഹം പലപ്പോഴും പാർലമെൻറ്റിൽ വൈകിയാണ് എത്തുന്നത്. ഈ പൊറാട്ട് നാടകം കാണണ്ടല്ലോ എന്ന് കരുതിയായിരിക്കും ഈ അനാവശ്യമായി ബഹളമുണ്ടാക്കി നടപടികൾ തടസ്സപ്പെടുത്തി പാർലമെൻറ്റിന് വലിയ നഷ്ടം വരുത്തി വയ്ക്കുകയാണ്. അതിലൂടെ ഖജനാവിന് വലിയ ദോഷം സംഭവിക്കുന്നു എന്നാണ് ശശി തരൂരിൻ്റെ വിലയിരുത്തൽ. വന്നാൽ തന്നെയും അദ്ദേഹം മിണ്ടാതെ തൻ്റെ സീറ്റിലിരിക്കും. പ്രതിപക്ഷം ഉണ്ടാക്കുന്ന ഈ ബഹളം നിസ്സംഗതയോടെ നോക്കിക്കൊണ്ടിരിക്കും. ഇതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടത്. എന്തായാലും ശശി തരൂരിനെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് ശരിയെന്ന് തോന്നുന്നത് അദ്ദേഹം തുറന്നു പറയും. അദ്ദേഹം പറയുന്നത് പാർലമെൻറ്റ് ഡിസ്കഷൻ, ഡിബേറ്റ്, ഡയലോഗ് ഇതിനൊക്കെയുള്ള വേദിയായിരിക്കണം. ചർച്ചകൾ നടക്കണം, സംവാദങ്ങൾ നടക്കണം. അവിടെ വിമർശിക്കേണ്ടതിനെ വിമർശിക്കണം, ഉൾക്കൊള്ളേണ്ടതിനെ ഉൾക്കൊള്ളണം. നിയമനിർമ്മാണത്തിൽ പ്രതിപക്ഷത്തിന് അതിൻ്റേതായ സംഭാവനകളുണ്ട്. ഭരണപക്ഷത്തിൻ്റെ മാത്രം ഇഷ്ടത്തിന് നിർമ്മിക്കേണ്ടതല്ല നിയമങ്ങൾ. ആ ബില്ലുകളെല്ലാം, അതിനുള്ളിൽ വരുന്ന ആ നിയമ ഭാഗങ്ങളിലെല്ലാം പ്രതിപക്ഷത്തിൻ്റെ കയ്യൊപ്പ് കൂടി ഉണ്ടാകണം. ഇത് ജനാധിപത്യത്തിൻ്റെ മനോഹാരിതയാണ്, ഗാംഭീര്യമാണ്. ഇതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത പമ്പര വിഡ്ഢികളാണോ പ്രതിപക്ഷത്തിരിക്കുന്നത് എന്ന ചോദ്യമാണ് ശശി തരൂർ ചോദിക്കാതെ ചോദിക്കുന്നത്, പറയാതെ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ കാര്യങ്ങൾ വളരെ സ്പഷ്ടമാണ്. ശശി തരൂരിനെ BJP-കാരനായിട്ട് ചിത്രീകരിക്കുക, അദ്ദേഹം ഉടൻ തന്നെ BJP-യിലേക്ക് പോകും, BJP-യുടെ കേന്ദ്രമന്ത്രിയാകും എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ അദ്ദേഹത്തെ വിമർശിക്കുന്ന ആൾക്കാർ പ്രതിപക്ഷത്ത്, കോൺഗ്രസിനുള്ളിലും നമ്മുടെ കേരളത്തിലെ ഇടതുപക്ഷത്തിലും ഉണ്ട്. അവർക്ക് എല്ലാ കാലത്തും ശശി തരൂർ കണ്ണിലെ കരടാണ്. കാരണം ശശി തരൂർ മത്സരിക്കാൻ വന്നപ്പോഴാണ് തിരുവനന്തപുരത്ത് LDF ദയനീയമായി പരാജയപ്പെടാൻ തുടങ്ങിയത്. ഇപ്പോൾ മത്സരം ശശി തരൂരും BJP-യും തമ്മിലാണ് തിരുവനന്തപുരത്ത്. ഈ ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുപക്ഷം നിഷ്പ്രഭമായിരിക്കുന്നു. അല്ലെങ്കിൽ ആ ഇടതുപക്ഷത്തെ നിഷ്പ്രഭമാക്കാൻ ശശി തരൂരിനും BJP-ക്കും കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടാണ് ശശി തരൂർ മത്സരിക്കുന്നതെങ്കിലും
അദ്ദേഹം എതിരിടുന്നത് ഇവിടെ BJP ആണ് എന്നുള്ളത് നമ്മൾ ഓർക്കണം. ഇങ്ങനെയൊക്കെ കഴിഞ്ഞ 2009 മുതൽ തുടർച്ചയായിട്ട് 2009, 14, 19, 24 ഈ 4 ടേമുകളായിട്ട് തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നേതാവാണ് ശശി തരൂർ. അദ്ദേഹം ഈ 4 ടേമായിട്ട് ഏതാണ്ട് തുടർച്ചയായിട്ട് അദ്ദേഹം 15 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇതിപ്പോൾ 17ാമത്തെ വർഷത്തിലേക്ക് അദ്ദേഹം കടന്നിരിക്കുകയാണ്. അങ്ങനെയുള്ള ശശി തരൂർ ഇനിയും BJPയിലേക്ക് പോകും എന്നൊക്കെ പറയുന്നത് സത്യത്തിൽ നാണക്കേടാണ്. ഈ കേൾക്കുന്നവർക്ക് ഉളുപ്പുണ്ടാക്കുന്ന, കേൾക്കുന്നവർക്ക് പോലും നാണക്കേടുണ്ടാക്കുന്ന വാദങ്ങളാണ് ഈ കോൺഗ്രസും CPM-ഉം ഇവിടെ ഉന്നയിക്കുന്നത്. അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. രാഹുൽ ഗാന്ധിക്കാകട്ടെ പാർലമെൻറ്റ് എങ്ങനെ കൊണ്ടുപോകണമെന്ന് പോലും അറിയില്ല. അവിടെ പ്രതിപക്ഷത്തിൻ്റെ ധർമ്മം നിർവഹിക്കാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല. ശശി തരൂർ പറയുന്നു, ചോദ്യോത്തരവേളയിൽ, ശൂന്യവേളയിലൊക്കെ BJPയെ വെള്ളം കുടിപ്പിക്കാൻ കഴിയുന്ന നിരവധി അവസരങ്ങൾ പ്രതിപക്ഷത്തിനുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, ഈ പപ്പുമോൻ ഇതൊന്നും ഉപയോഗിക്കുന്നില്ല. ശശി തരൂർ പറയുന്ന പരാതിയിൽ കഴമ്പില്ലേ? അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് ശരിയല്ലേ? BJPക്ക് കൃത്യമായി രാഷ്ട്രീയ ദിശ കാണിച്ചു കൊടുക്കുന്നതിൽ, ഈ നിയമനിർമ്മാണത്തിലടക്കം BJPയെ വരച്ച വരയിൽ, ഭരണപക്ഷത്തെ വരച്ച വരയിൽ നിർത്താൻ പ്രതിപക്ഷത്തിന് കഴിയില്ലേ? ഈ പ്രതിപക്ഷത്തെ അംഗങ്ങളുടെ എണ്ണമാണോ ബലമായി കരുതേണ്ടത്, അതോ അവർ പറയുന്ന കാര്യങ്ങൾ, അവർ സ്വീകരിക്കുന്ന നിലപാടുകൾ, ഇതൊക്കെയാണോ? കേവലം 2 അംഗങ്ങളുമായിട്ട് BJP പ്രതിപക്ഷ ബെഞ്ചിൽ ഇരുന്നിട്ടുണ്ട്. അവിടെ നിന്നാണ് ഇന്ന് BJP ഇന്ത്യയുടെ ഭരണത്തിലേക്ക്, പാർലമെൻറ്റിൽ ഭൂരിപക്ഷം നേടി അധികാരത്തിലേക്ക് വരുന്നത്. ഇതൊക്കെ, ഈ ചരിത്രമൊക്കെ കോൺഗ്രസ് മറന്നുപോയോ? അതോ കോൺഗ്രസിൻ്റെ ഈ ആധുനിക, ഈ ഏറ്റവും വർത്തമാനകാല MP-മാരെ ഇതൊന്നും പഠിപ്പിച്ചു കൊടുക്കാൻ കോൺഗ്രസ്സിൽ ആളില്ലേ? എനിക്കിത് മനസ്സിലാകുന്നില്ല. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ശശി തരൂർ ചൂണ്ടിക്കാട്ടിയത് വളരെ ശരിയാണ്. പ്രതിപക്ഷം അതിൻ്റെ കടമ നിർവഹിക്കണം. ഭരണപക്ഷത്തെ വരച്ച വരയിൽ നിർത്തി വേണം ഈ രാഷ്ട്രത്തിൻ്റെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ. പ്രതിപക്ഷത്തിന് വലിയ ജോലി അവിടെ ചെയ്യാനുണ്ട്. തീർച്ചയായിട്ടും ഭരണപക്ഷത്തെ മൂക്കുകയറിട്ട് നിർത്താൻ ഒരു പ്രതിപക്ഷത്തിന് സാധിക്കും. അതുകൊണ്ടാണ് നാം ജനാധിപത്യത്തിന് ഇത്രയും വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. ശബ്ദമില്ലാത്തവൻ്റെ ശബ്ദമാകേണ്ടത് പ്രതിപക്ഷമാണ്. അവിടെ ഭരണപക്ഷത്തിന് തെറ്റുകൾ പറ്റിയാൽ അത് തിരുത്താനും, അവരെ കൊണ്ട് ക്ഷമ പറയിപ്പിക്കാനും, രൂക്ഷമായി അവരെ വിമർശിക്കാനും ഒക്കെ പ്രതിപക്ഷത്തിന് അധികാരമുണ്ട്, അവകാശമുണ്ട്. അതവരുടെ ഉത്തരവാദിത്വം കൂടിയാണ്. ശശി തരൂർ അതാണ് ഓർമ്മിപ്പിക്കുന്നത്. എന്തായാലും ശശി തരൂർ BJPയിലേക്ക് പോവുകയോ പോവാതിരിക്കുകയോ ചെയ്യട്ടെ, അദ്ദേഹം നരേന്ദ്രമോദിയുടെ ഏറ്റവും നല്ല സുഹൃത്തായി തന്നെ തുടർന്നോട്ടെ. പക്ഷേ ഒരു പ്രതിപക്ഷത്തിൻ്റെ ധർമ്മം എന്താണെന്ന് അദ്ദേഹം പഠിപ്പിച്ചു തരുന്നു. സത്യത്തിൽ ഈ സംഭവവികാസങ്ങൾ വ്യക്തമാക്കുന്നത് പ്രതിപക്ഷ നേതാവായിട്ടിരിക്കാൻ യോഗ്യത രാഹുലിനില്ല, അത് ശശി തരൂരിന് ഉണ്ട് എന്നാണ്. എന്തായാലും ഇത് ആരൊക്കെ മനസ്സിലാക്കിയാലും കോൺഗ്രസ്സുകാർ മാത്രം ഇത് മനസ്സിലാക്കുമെന്ന് തോന്നുന്നില്ല. കാരണം അവരുടെ അന്ധമായ ഈ പാരമ്പര്യവാദം, രാജവാഴ്ചയോടുള്ള ഭക്തി, ഈ നെഹ്റു കുടുംബത്തിനോടുള്ള പ്രേമം, ഇതൊക്കെ അവരെ അന്ധരാക്കിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഒരു മണവും ഗുണവുമില്ലാത്ത രാഹുൽ ഗാന്ധിയെ പോലൊരു പ്രതിപക്ഷ നേതാവിനെ നമ്മുടെ രാജ്യത്തിന് ചുമക്കേണ്ടി വന്നത് എന്ന് മാത്രമേ പറയാനുള്ളൂ.